ഞാൻ ഒന്ന് പുറത്തു പോയി വരാം. നീ ഇപ്പൊ എങ്ങും പോണ്ട. എന്താണ് സിറ്റുവേഷൻ എന്ന് അറിയില്ല. ഇങ്ങ് വാടാ, നീ ഇങ്ങ് വാ. നിന്നെ കണ്ടിട്ട് എത്ര സാർ എന്നോട് ക്ഷമിക്കണം. നിന്റെ അമ്മാവൻ അമ്പലക്കുളത്ത് വീണ് ചത്തേന് ഞാൻ എന്തിനാടാ ക്ഷമിക്കുന്നത്? അതിനല്ല, ഞാൻ സാറിനെ പറ്റിച്ചിട്ടുണ്ട്. അതെനിക്കറിയാം. പണ്ട് ഞാൻ ചായ വാങ്ങിക്കാൻ കാശ് തന്നപ്പോ നീ അതുകൊണ്ട് മുങ്ങിയതല്ലേ? അതല്ല സാർ. ഞാൻ ആ പേഴ്സ് എടുത്ത് മേശപ്പുറത്ത് വെച്ച് അത് അടിച്ചോണ്ട് പോയത്. അതുമല്ലെന്ന്. പിന്നെ സാറ് നമ്മുടെ ഈ ഓണത്തിന്റെ ഇത് നടന്നില്ലേ, അന്ന് ആ സദ്യ വിളമ്പുന്ന സമയത്ത് നമ്മളെ സ്ത്രീജനങ്ങളെല്ലാം ഇങ്ങനെ നിന്ന സമയത്ത് നീ അത് ഓർമ്മിക്കാതെ അതല്ലടാ എന്റെ മുണ്ടും മറിച്ചോണ്ട് ആരാണ്ട് പോയത്. അത് ആരാണ്ടല്ല, ഞാനാ. അത് ഞാനാ കൊടുത്തു. ആ സത്യം എനിക്ക് പറയണമായിരുന്നു. എടാ, അന്ന് ആ മുണ്ട് പറിച്ച് പോയതിനു ശേഷം ഞാൻ ആ കഞ്ഞിപ്പുരയുടെ പുറകെ പോയിട്ട് വാഴയും ചുറ്റിയാടാ നിന്നത്. തന്നല്ലോ. അപ്പൊ അമ്മണി അമ്മേരെ ആട്ടിനെ അടിച്ചു വിട്ടത് ഞാനായിരുന്നു. ഇവിടെ പരമദുഷ് അതൊന്നും ഞാനായിരുന്നു. ആട് വന്ന് കടിക്കാത്ത സ്ഥലമില്ലടാ ഇനി. ശരിയാണ്. ആ സമയത്താണ് സാറേ ഞാൻ ഭാർഗവി ടീച്ചർ എടുത്ത് പറഞ്ഞ് സാറ് ബോധം കെട്ട് കിടക്കണം, ഒന്നങ്ങോട്ട് ചെല്ലാൻ. വന്നോ, കണ്ടോ? അത് ഏതായാലും ഒരു നല്ല കാര്യമായടാ. അന്ന് അവള് വന്ന് എന്റെ ആ കിടപ്പ് കണ്ടതിന് ശേഷം അവൾക്ക് ഒരൊറ്റ നിർബന്ധമായിരുന്നു, എന്നെ തന്നെ കല്യാണം കഴിക്കണം. അതാണ്. അവളല്ലേ ഇപ്പൊ എന്റെ ഭാര്യ. അതെ. അല്ലേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കാം. ഈ അടുത്ത കാലത്തായിട്ട് കള്ളുകൂടി തുടങ്ങിയിട്ടുണ്ട് നീ അല്ലേ? ചെറുതായിട്ട്. ചെറുതായി. നീ കള്ളു കുടിച്ചിങ്ങനെ സുഖിച്ചു നടന്നോടാ. നല്ല സുഖമല്ലേ? അയ്യോ, ഒരു രക്ഷയില്ലാത്ത സുഖം. എന്താണെന്ന് അറിയില്ല. അത് ഇങ്ങനെ കള്ളും കുടിച്ച് സുഖിച്ചു ഇത്രയും സുഖവും. ഇടയ്ക്ക് വന്നേ. എടാ, നീ ആരാണെന്ന് നീ മനസ്സിലായി വരുന്നുണ്ട്. നീ പിള്ളച്ചേട്ടന്റെ മോനാ, മനസ്സിലായ? അതെ. എടാ, തീക്കട്ടയിൽ ഉറുമ്പരിക്കില്ലടാ. അത് പണ്ട്. ഇപ്പൊ അങ്ങനെ ഇപ്പോഴത്തെ എറുമ്പിൽ അങ്ങനെയൊന്നും ഇല്ല. എല്ലാ സ്ഥലത്തും കയറി അരിക്കുന്നുണ്ട്. അത് എന്താണെന്ന് അറിയാനും പറ്റുന്നില്ല. അതൊക്കെ പോട്ടെ, അതൊക്കെ നീ ഇങ്ങനെ ഒന്നും നടന്നാ പോരാ. നീ എവിടെയെങ്കിലും ഒരു ജോലി സമ്പാദിക്കുന്നു. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് വെച്ചടി കയറ്റമായി. അയ്യോ, ഇത് കയറ്റം മാത്രമല്ല, ഇറക്കമുണ്ട്, സൈഡിൽ നിന്നുണ്ട്, എല്ലാ സ്ഥലത്തും. അതൊരു ജീവിതമാകുമ്പോ അങ്ങനെ ഒരു കയറ്റം ഉണ്ടാവും, ഒരു ഇറക്കം ഉണ്ടാവും. പിന്നെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ കടിച്ചു തൂങ്ങി കിടക്കരുത് കേട്ടോ. ഇതങ്ങനെയല്ല. ഇത് കടിക്കുന്നു പോകുന്നു, കടിക്കുന്നു പോകുന്നു. ഒരിക്കലും അങ്ങനെ നിക്കുന്നില്ല. അങ്ങനെ നിക്കരുത്, നിക്കൂല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങള് 3 മക്കളെ. ഇപ്പൊ എത്ര ഓണെന്നൊന്നും എനിക്ക് ഒരു നിശ്ചയം. 3 ദാക്ഷായണിക്ക് എത്ര മക്കളാണ്? പിള്ളച്ചേട്ടനേക്കാൾ കൃത്യമായിട്ട് എനിക്കറിയാം. അമ്മേ, ഇതിന് ഞാൻ എന്ത് മറുപടി പറയും? മൂത്തവൻ ഡൽഹിയിലല്ലോടാ. അതെ. വാസൂട്ടൻ അല്ലേ? ഡൽഹിയിൽ. നിന്റെ താഴെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഉണ്ണിക്കുട്ടൻ, കുറെ മുടിയൊക്കെ വളർത്തിയിട്ട് ഒരുത്തൻ ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. അവന്റെ സ്ഥിതി എന്താ ഇപ്പോ? അവന്റെ സ്ഥിതി ഇപ്പൊ ആർക്കും പ്രവചിക്കാൻ പറ്റൂല. അവൻ ഏത് അവസ്ഥയിലാന്ന് പോലും എനിക്കറിയില്ല. സാറ് വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. നീ ഇപ്പോഴാണ് ആനിയനെ അന്വേഷിക്കാൻ പോകുന്നത്? അല്ല, സമയം വരണ്ടേ, എപ്പോഴല്ലേ അന്വേഷിക്കാൻ പറ്റും. അത് പോട്ടെ. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ മറന്നു. നിങ്ങൾ താമസിച്ചിരുന്ന എന്താണ്? എന്റെ ശരീരം, എന്റെ കാല്, എനിക്ക് ഇങ്ങനെ നിക്കാം. നേരെ നിന്നൂടെ? ഇങ്ങനെ നിന്നാന്ത്? ഒരു കാര്യം ചോദിക്കാനല്ലോ. നിങ്ങളൊക്കെ താമസിച്ച ആ പുരയിടം ഇല്ലേ? അതെ. ആ പുരയിടത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന സ്ഥലമൊക്കെ വിറ്റോ നീ? അതിപ്പോ ഏകദേശം അതുപോലെ ആയി. ആണോ? അപ്പൊ അതിന്റെ പുറകിൽ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നില്ലേ, കാടൊക്കെ പിടിച്ച് കിടന്നിരുന്ന? അതെല്ലാം നാട്ടുകാർ കയറി നിരങ്ങി. ആണോ? പല കാടും വെട്ടി തെളിച്ചിപ്പം അവരുടെ അധീനതയിലാണ്. ഇപ്പൊ അത് വിൽക്കാൻ പറ്റത്തില്ല. ഇനി ഒന്നിനും പറ്റില്ല. എടാ, ആ സ്ഥലം ഞാൻ എങ്ങനെ ഓർക്കുന്നെന്ന് അറിയാമോ? എന്തോന്ന്? 2 ഗൗളി ഗാത്രം തെങ്ങുണ്ടായിരുന്നു അവിടെ. ഉണ്ടായിരുന്നു. അതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നല്ല ഓർമ്മ. ഇടയ്ക്കിടയ്ക്ക് കരിക്കുടിക്കാൻ കരിക്കുടിക്കാൻ നല്ല ചുമന്ന് തുടുത്ത കരിക്കുകൾ. ചുമന്ന് തുടുത്ത കാളിപ്പഴം പോലെ ആയി കാണും. എനിക്ക് ഇനി അതിനകത്ത് കുറച്ച് കരിക്ക് കൂടെ കുടിക്കാം. അതിലിപ്പൊ തേങ്ങ വല്ലതും ഉണ്ടോ? ഒരു തേങ്ങയില്ല, എല്ലാം പോയി കാണും. ആണോ? എന്റെ അമ്മേ, ഞാനൊന്ന് പോട്ടെ സാറേ. എടാ, ഇവിടെ വാടാ. എന്തിന്? നീ ഇവിടെ വാടാ. ഇവിടെ നില്ലടാ. മനുഷ്യന്റെ വേദന എന്താന്ന് തിരിച്ചെടുത്തു കൊടുത്ത മനുഷ്യനാണ് നിങ്ങൾ. എന്തിന്? എടാ, ഗുരുനിന്നക്ക് ദൈവത്തിന്റെ ശിക്ഷ എന്താണെന്നറിയാമോ? എടാ, മരിച്ചു എന്ന് കഴിയുമ്പോ ദൈവം പാമ്പിനെ കൊണ്ട് കടിപ്പിക്കും. ദൈവമേ, ഇതിനെക്കാളും പാമ്പ് കടിച്ചാൽ മതിയായിരുന്നു. ഒറ്റ കടയിൽ അങ്ങ് തീർന്നു കിട്ടിയെന്നെ. നീ എവിടെയായിരുന്നു? ഞാൻ നിന്നെ തിരക്കി വന്നതാ. നീ ഇങ്ങോട്ട് വാ. എടാ, നീ എന്താ ഇവൻ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? അളിയനല്ലേ? വിട്ടുപോയതല്ലേ? എനിക്കറിയില്ലല്ലോ. ഞാൻ പറയട്ടെ, നീ ഇവനെ കൊണ്ട് ആദ്യം ഒരു പെണ്ണ് കെട്ടി. വേണ്ട. ഞാൻ കുടിയിൽ നിൽക്കും, എല്ലാം നിൽക്കുമ്പോൾ നന്നാവും. സാറേ, ഞങ്ങൾ പറഞ്ഞു മടുത്തു. ഞാൻ ഇവനെ കൊണ്ട് സാറിന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയാണ്. ദൈവത്തോർത്ത് എനിക്ക് പെണ്ണ് കെട്ടണ്ട. അതെന്താ നീ അങ്ങനെ പറയുന്നത്? പെണ്ണ് കെട്ടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതം
ഒക്കെ ഒന്ന് മാറും, ഇപ്പോഴത്തെ പ്രശ്നങ്ങളും ഒക്കെ തീരും. ഒരു പെണ്ണ് നമ്മുടെ വീട്ടിലേക്ക് കേറി വന്ന അതൊരു ഐശ്വര്യ. എടാ, ഒരു പെണ്ണെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കത്തിച്ച് വെച്ചൊരു നിലവിളക്കാടാ. സാറേ, ഇട്ട് കത്തിക്കാൻ തിരിയില്ലെങ്കിൽ പിന്നെ എന്തിനാ സാർ നിലവിളക്ക്? എന്റെ അവസ്ഥ മനസ്സിലാക്കുക.